ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമുക്കറിയാം, ഇപ്പോൾ കുറച്ച് കാലമായിട്ട് എടുക്കുകയാണെങ്കിൽ ഹോണ്ട കാർസ് ഇന്ത്യ ലിമിറ്റഡ് അല്ലെങ്കിൽ നമ്മുടെ ഹോണ്ട എന്ന് നമ്മൾ വിളിക്കുന്ന കാർ നിർമ്മാണ കമ്പനി ഇന്ത്യയിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. ഇവരുടെ ടൂ വീലർ സെഗ്മെൻറ്റ് മെയിനായിട്ട് ആക്റ്റീവ ഇപ്പോഴും അത്യാവശ്യം നന്നായിട്ട് വിൽക്കുന്നുണ്ട്. അതുമാത്രമാണ് ഇവരുടെ ഒരു മെയിൻ ഫോക്കസ് ഉള്ളത്. പക്ഷേ ഇന്ത്യയിലേക്ക് വണ്ടികൾ, അതായത് ഇന്ത്യയിൽ തന്നെ വണ്ടികൾ പ്രൊഡ്യൂസ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിലും അത്യാവശ്യം പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ മെയിനായിട്ട് ഹോണ്ട ജീവിച്ചു പോകുന്നത്. അല്ലാതെ അവരിവിടെ വണ്ടികൾ വിറ്റ് ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിന് മുന്നത്തെയൊക്കെ സെയിൽസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഹോണ്ടയുടെ സെയിൽസ് മൊത്തത്തിൽ നന്നായിട്ട് താഴത്തേക്ക് പോയിട്ടുണ്ട്. ഈവൻ സിറ്റിയൊക്കെ ആണെങ്കിലും ഒരു കാലത്ത് സി സെഗ്മെന്റ് സെഡാൻസിൽ ഏറ്റവും കൂടുതൽ വിറ്റുപോയിക്കൊണ്ടിരുന്ന വണ്ടിയായിരുന്നു. പക്ഷേ ഇപ്പോൾ 500, 600, 700 ആ റേഞ്ചിലേക്കാണ് ഈ വണ്ടി വിൽക്കുന്നത്. അതുപോലെ എലവേറ്റ് ആണെങ്കിലും അത്ര നന്നായിട്ട് നല്ല പെർഫോം ചെയ്യുന്നത് 2000, 2500 ആ റേഞ്ചിലൊക്കെ അവർ വിൽക്കുന്നുള്ളൂ. ആൻഡ് എലവേറ്റ് എന്ന് പറയുമ്പോൾ ഹോണ്ടയ്ക്ക് പിന്നെ വേറെ സബ് ബ്രാൻഡൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ ഫോക്സ് വാഗൺ സ്ക്വാഡ ആണെങ്കിൽ രണ്ടൊരു ബ്രാൻഡിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വണ്ടികൾ. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ കമ്പൈൻഡ് സെയിൽസ് ആയിട്ടും എടുക്കാം. അങ്ങനെ നോക്കുമ്പം 10,000, 3,500 വണ്ടികളുടെ അടുത്ത് വരും. അത് വലിയ കുഴപ്പമില്ല. അതുപോലെ ഈവൻ ഹ്യുണ്ടായിക്കാണെങ്കിൽ ഈവൻ രണ്ടും രണ്ട് മാനേജ്മെൻ്റ് ആണ്, രണ്ടും രണ്ട് പ്ലാറ്റ്ഫോം, രണ്ടും രണ്ട് പ്രൊഡക്ഷൻ പ്ലാനിലാണ് ഡെവലപ്പ് ചെയ്യുന്നത്. പക്ഷെ എന്നാലും രണ്ടിനും ഇൻഡിവിജ്വലായിട്ട് നല്ല സെയിൽ കിട്ടുന്നുണ്ട്. പിന്നെ ഗ്രാൻഡ് വിറ്റാര ഹൈറൈഡർ രണ്ടും സെയിം പ്ലാറ്റ്ഫോമിലാണ്, അതുപോലെ രണ്ട് സെയിം പ്ലാന്റിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ അത് നമുക്ക് വേണമെങ്കിൽ കമ്പൈൻ ചെയ്ത് പറയാവുന്നതേ ഉള്ളൂ. കാരണം ഒരാൾ തന്നെയാണ് രണ്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്തായാലും എലവേറ്റിൻ്റെ കാര്യത്തിൽ അങ്ങനെ കൂടെ പിടിക്കാൻ വേറെ കുടുംബക്കാരനൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇവൻ ഒറ്റയ്ക്ക് തന്നെ എല്ലാ സെയിലും ഉണ്ടാക്കേണ്ടി വരും. അതുകൊണ്ട് ഇപ്പോൾ കമ്പാരിറ്റീവ്ലി ഇത്തിരി കുറവാണ് 2000 അടുത്തൊക്കെ സെയിൽ കിട്ടുക എന്ന് പറയുന്നത്. ഇത് ലോഞ്ച് ആയ സമയത്ത് 4000, 5000 ആ റേഞ്ചിലൊക്കെ സെയിൽ ഉണ്ടായിരുന്നു. അത് വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴ വണ്ടികളുടെ കോമ്പറ്റീഷൻ കൂടി, ഫീച്ചേഴ്സ് കൂടി, പിന്നെ ഇഷ്ടംപോലെ എഞ്ചിൻ ഓപ്ഷൻസ്, പവർ ഓപ്ഷൻസ് എല്ലാം വരാൻ തുടങ്ങി. പിന്നെ ഹോണ്ട ഇനീഷ്യൽ സ്റ്റേജിൽ അതിന് ഹൈബ്രിഡ് ഒന്നും കൊടുത്തില്ല. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ കാരണം അധികം ആൾക്കാർ ഇപ്പോൾ അങ്ങനെ കൺസിഡർ ചെയ്യാത്തൊരു വാഹനമാണ് എലവേറ്റ്. ഈവൻ ദോ വണ്ടി ഓടിക്കാനൊക്കെ വളരെ നല്ലതാണ്. നമ്മുടെ ഈ ചാനലിൽ ഒരു ഡ്രൈവ് റിവ്യൂ അവൈലബിൾ ആണ്. ആൻഡ് അതിൻ്റെ ഡ്രൈവിംഗ് ഡൈനാമിക്സ്, ഹാൻഡ്ലിംഗ്, പിന്നെ പവറൊക്കെ ആണെങ്കിലും വലിയ കുഴപ്പമില്ല. നമ്മൾ ഈ ടർബോ പെട്രോൾ എഞ്ചിൻസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴാണ് ഇത് അണ്ടർ പവർഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. പക്ഷേ അല്ലാതെ ഹാൻഡ്ലിംഗ്, ഷാസി ബാലൻസ് എല്ലാ കാര്യങ്ങളും വളരെ നല്ലതാണ് ഈ വാഹനത്തിൻ്റെ. അതും 220 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ടായിട്ട് പോലും. ഏതായാലും നമ്മൾ ഈ വീഡിയോയിൽ എലവേറ്റിനെ പറ്റിയല്ല ഡിസ്കസ് ചെയ്യുന്നത്, ഹോണ്ടയുടെ സെയിലിനെ പറ്റിയല്ല ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷേ അതേസമയം അവരിനെ കൊണ്ടുവരാൻ പോകുന്ന പുതിയ ഹൈബ്രിഡ് വാഹനങ്ങളെ പറ്റിയാണ്. ഇപ്പോൾ അവർ ഹൈബ്രിഡായിട്ട് ഇറക്കുന്നത് നമ്മുടെ സിറ്റി EHEV ആണ്. അത് മാത്രമാണ് ഹോണ്ടയ്ക്ക് മെയിനായിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ മിക്ക കോമ്പണൻസും ഇമ്പോർട്ട് ചെയ്ത് വരുന്നതുകൊണ്ട് തന്നെ നല്ല വിലയാണ്. 20.85 lakhs ആണ് അതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ്. ആ സിമിലർ പ്രൈസിൽ അല്ലെങ്കിൽ അതിലും താഴത്തായിട്ട് നമുക്ക് ഹൈറൈഡർ, അതുപോലെ ഗ്രാൻഡ് വിറ്റാര, ഇതിൻ്റെ രണ്ടിനെയും ഹൈബ്രിഡ് പവർ ട്രെയിൻ കിട്ടുന്നുണ്ട്. സോ ആൾക്കാർ അതായിരിക്കും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. കാരണം ഫീച്ചേഴ്സ് അതിനൊക്കെ കൂടുതലാണ്. പിന്നെ SUV ആണല്ലോ, ആൾക്കാർക്ക് വേണ്ടത് SUV ആണല്ലോ ഇപ്പോൾ മാർക്കറ്റിൽ. അപ്പോൾ പിന്നെ സെയിം പ്രൈസിൽ തന്നെ ഒരു സെഡാൻ കുറച്ച് ഫീച്ചേഴ്സും വെച്ച് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അധികം ആൾക്കാർ കൺസിഡർ ചെയ്യില്ല. അത് തന്നെയാണ് ഈ വാഹനത്തിൻ്റെ കേസിലും സംഭവിച്ചത്. എന്തായാലും ഈ ഒരു പ്രശ്നം തിരുത്താനാണ് അവരിനിയിപ്പോൾ നമ്മുടെ പുതിയ ജനറേഷൻ PF2 പ്ലാറ്റ്ഫോമുമായിട്ട് വരുന്നത്. 2027 മുതലായിരിക്കും ഈ പ്ലാറ്റ്ഫോമിലുള്ള വണ്ടികൾ റോൾ ഔട്ട് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് മെയിനായിട്ട് 27 to 28 ആ സമയത്തായിരിക്കും വണ്ടികൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വരാൻ. പക്ഷേ അതിനുശേഷം പിന്നീട് നമുക്ക് ഇഷ്ടംപോലെ വാഹനങ്ങൾ കാണാൻ സാധിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പുതിയ ജനറേഷൻ സിറ്റി ആയിക്കോട്ടെ, പുതിയ ജനറേഷൻ എലവേറ്റ് ആയിക്കോട്ടെ, ഈ പറഞ്ഞ വാഹനങ്ങളെല്ലാം ഇവരുടെ PF2 പ്ലാറ്റ്ഫോമിലായിരിക്കും വരുന്നത്. അമേസിൻ്റെ കാര്യത്തിൽ അങ്ങനെ പ്രത്യേകിച്ച് അവരൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ 15 to 30 lakhs പ്രൈസ് പോയിന്റുള്ള വാഹനങ്ങളാണ് ഈ പ്ലാറ്റ്ഫോമിൽ വരാൻ പോകുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മോസ്റ്റ് പ്രോബബ്ലി അമേസ് ആ കൂട്ടത്തിൽ ഉണ്ടാവില്ല. ഇപ്പോൾ ഉള്ള സെയിം വണ്ടി തന്നെ അവരിനിപ്പം കുറച്ച് കാലം കൂടെ അങ്ങ് വെക്കുമായിരിക്കും. കാരണം ഇതിപ്പോൾ വന്നിട്ട് അധികം കാലം ആയിട്ടില്ലല്ലോ. ഇതിൻ്റെ ഒരു ജനറേഷൻ അപ്ഡേറ്റ് എന്നുള്ള രീതിയിലാണ് അവർ ഇറക്കിയത്. അത് എക്സ്റ്റീരിയർ ഡിസൈൻ, ഇൻറ്റീരിയർ ഡിസൈനൊക്കെ മാറ്റി എന്നുള്ളത് സത്യമാണ്. ഒരു ജനറേഷൻ അപ്ഡേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ മൊത്തത്തിലുള്ള പവർ ട്രെയിൻ ഓപ്ഷൻസിലൊന്നും ഇപ്പോഴും വ്യത്യാസമില്ല. ഡീസൽ അവരിപ്പോൾ തിരിച്ചു കൊണ്ടുവന്നിട്ടുമില്ല. പിന്നെ നമുക്ക് സെയിം 1.2 ലിറ്റർ എന്നെ പെട്രോൾ എഞ്ചിൻ തന്നെയൊക്കെ ഇതിനകത്ത് ഇപ്പോഴും കിട്ടുന്നുള്ളൂ. ആൻഡ് അത് മാനുവൽ എടുക്കുമ്പോൾ കുഴപ്പമില്ല. പക്ഷേ ഓട്ടോമാറ്റിക് എടുക്കുമ്പോൾ ഒരു ഇത്തിരി അണ്ടർ പവർഡാണ്. CVT റബ്ബർ ബാൻഡ് എഫക്റ്റ് എല്ലാ കാര്യങ്ങളും വരുമ്പോഴേക്കും വണ്ടിക്കകത്ത് ആളും കൂടെ കയറി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഓവർടേക്ക് ഒക്കെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ വണ്ടിയിൽ. എനിവേ ഈ PF2 പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പം അവർ കൂടുതലും ഹൈബ്രിഡ് വാഹനങ്ങളാണ് അതിനകത്ത് ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മൊത്തത്തിൽ ഈ ഒരു ഹോണ്ടയുടെ ഇമ്പോർട്ട് ചെയ്ത് വരുന്ന ഹൈബ്രിഡ് വാഹനങ്ങൾക്ക് വില കൂടുതലായതുകൊണ്ട് അവർ കൊടുത്തില്ല എന്ന് പറയുന്ന ഒരു എക്സ്ക്യൂസ് ഇതിനകത്ത് ഉണ്ടാവില്ല. ഇപ്പോൾ എലവേറ്റിലൊക്കെ എന്തുകൊണ്ടാണ് അവർ ഹൈബ്രിഡ് കൊടുക്കാത്തതെന്നുള്ള ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഇറങ്ങിയ സമയത്ത് റൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഹോണ്ടയ്ക്ക് ഓൾറെഡി ടെക്നോളജി ഉണ്ട്, ഒരു സിറ്റി EHEV കൊടുക്കുന്നതാണ്. പിന്നെ ഓൾറെഡി ഗ്രാൻഡ് വിറ്റാര ഹൈറൈഡറൊക്കെ നമുക്കിവിടെ ഹൈബ്രിഡിൽ കിട്ടുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് ഹോണ്ട കൊടുത്തില്ല എന്നുള്ളത് നല്ലൊരു ചോദ്യം തന്നെയായിരുന്നു. പക്ഷേ റീസൺ ഇത് തന്നെയാണ്. ഇപ്പോൾ സിറ്റിയിൽ കൊടുക്കുന്ന പോലെ ഒരു ഇമ്പോർട്ട് ചെയ്ത് നമ്മുടെ എലവേറ്റിലും കൂടെ ഹൈബ്രിഡ് കൊടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു 21, 22 lakhs ഒക്കെ എക്സ്ഷോറൂം ആയനെ. അതായത് നമ്മുടെ ഗ്രാൻഡ് വിറ്റാര ഹൈറൈഡർ അതിനൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 2 ലക്ഷം രൂപയോളം കൂടുതലായിരിക്കും ഹോണ്ട ഇതിന് വാങ്ങേണ്ടി വരുന്നത്. അങ്ങനെ വരുമ്പം ഉറപ്പായിട്ടും ആൾക്കാർ ചൂസ് ചെയ്യില്ല എന്നവർക്കും തോന്നിക്കാണും. പിന്നെ ഈ വാഹനത്തിൻ്റെ വാല്യൂ എന്താണോ അതിന് കുറച്ചധികം കൂടുതലായിരിക്കും എന്നും തോന്നിക്കാണുമായിരിക്കും. കാരണം ഇത് അന്ന് അവർ ലോഞ്ച് ചെയ്ത് 16 lakhs പെട്രോളിൻ്റെ ടോപ്പ് എൻ്റെ CVT ഓട്ടോമാറ്റിക് മോഡൽ. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഹൈബ്രിഡ് ഇപ്പോൾ 20 ലക്ഷം, 21 ലക്ഷമൊക്കെ എക്സ്ഷോറൂമിന് കൊണ്ട് ഇറക്കി കഴിഞ്ഞാൽ 5 ലക്ഷം രൂപയുടെ അടുത്ത് പ്രൈസ് ഡിഫറൻസ് ആയി. അപ്പോൾ പിന്നെ എന്തായാലും അത്രയൊന്നും ആൾക്കാർ അഡീഷണൽ
സ്പെൻഡ് ചെയ്യില്ലല്ലോ. എന്തായാലും ഇനിയിപ്പോൾ ലോക്കലൈസേഷൻ നടക്കുന്നതോടുകൂടി ഈ ഹൈബ്രിഡ് വാഹനങ്ങൾക്ക് ഇത്രയും വില വ്യത്യാസം വരുന്ന എന്തായാലും ഉണ്ടാവില്ല. ആൻഡ് നമുക്ക് ഈ പറഞ്ഞ 2 വാഹനങ്ങളുടെ കൂടെ തന്നെ ബാക്കി പല ക്രോസ് ഓവർ SUVs, സെഡാൻസ് തുടങ്ങിയ വാഹനങ്ങളെല്ലാം അവർ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ വെഹിക്കിൾ ലൈനപ്പിൽ നമുക്കൊരു വ്യത്യാസം എന്തായാലും അധികം വൈകാതെ തന്നെ പ്രതീക്ഷിക്കാം. ഇപ്പോൾ സിറ്റിയുടെ പുതിയ ജനറേഷൻ എന്ന് പറയുമ്പം അതാണെങ്കിലും 2020 വന്നത്. എലിവേറ്റ് 2023 എന്തോ ആണ് വന്നത്, 23 തന്നെയാണ് വന്നത്. സോ അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് ഇനിയിപ്പം ജനറേഷൻ അപ്ഡേറ്റ് എലിവേറ്റിന് 28 ആവുമായിരിക്കും വരാൻ, ഓർ മേ ബി അത് കഴിയുമായിരിക്കും. പക്ഷേ സിറ്റിക്ക് എന്തായാലും 27 തന്നെ വരേണ്ടതാണ്. ആൻഡ് അത് കഴിഞ്ഞ് അതിൻ്റെ കൂടെ തന്നെ അവർ വേറെ കുറച്ച് പുതിയ SUVs അല്ലെങ്കിൽ സെഡാൻസും കൂടെ ഇറക്കി കഴിയുമ്പോഴേക്കും, ആൻഡ് ഈവൻ ക്രോസ് ഓവേഴ്സ് ആണെങ്കിലും കുറച്ചും കൂടെ അഫോർഡബിൾ പ്രൈസിലൊക്കെ ഇറക്കാൻ പറ്റുവാണെങ്കിൽ നല്ലൊരു ഡിസിഷൻ തന്നെ ആയിരിക്കും അത്. എന്തായാലും പുതിയ വണ്ടികൾ ഇറക്കുമ്പം അവർ ഫീച്ചേഴ്സിൽ കൂടെ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ഇപ്പോഴത്തെ വാഹനങ്ങളിൽ ഫീച്ചേഴ്സ് ഇല്ലാത്തതും ഒരു റീസണാണ് ആൾക്കാർ വാങ്ങാതിരിക്കാൻ. നമുക്ക് എലിവേറ്റിലാണെങ്കിൽ പോലും പാനോറാമിക് സെൻറ്റർ ഫസ്റ്റ് സെഗ്മെൻറ്റിൽ എല്ലാ വണ്ടികളും കൊടുക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെ അകത്തത് കിട്ടുന്നില്ല. ആൻഡ് ഈവൻ 360 ക്യാമറ, അതിന് വരെ ഒരു ലൈൻ വാച്ച് ക്യാമറയാണ് ഇപ്പോഴും കൊടുക്കുന്നത്. അത് 2020 സിറ്റിയിൽ വന്നപ്പോൾ ഓക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നോക്കുമ്പോൾ ഒട്ടുമിക്ക എല്ലാ വാഹനങ്ങളിലും നമുക്ക് 360 ക്യാമറ ഉണ്ട്. സോ എന്തായാലും അതത്ര ഒരു സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള കാര്യമല്ല എന്ന് പറയേണ്ടി വരും. എന്തായാലും അങ്ങനത്തെ ഇമ്പ്രൂവ്മെൻറ്റ്സ് അവർ വരുത്തുകയാണെങ്കിൽ വീണ്ടും മാർക്കറ്റ് ഹോണ്ടയ്ക്ക് പിടിക്കാൻ പറ്റുമെന്ന് വിചാരിക്കാം. സ്വന്തം തീരുമാനങ്ങൾ അനുസരിച്ച് അത് കസ്റ്റമേഴ്സിലും അടിച്ചേൽപ്പിക്കാണ്ടിരുന്നാൽ മതി. നിങ്ങൾക്ക് എന്താണ് ഇതിനെ പറ്റിയുള്ള അഭിപ്രായം എന്ന് താഴെ കമൻസിൽ പറയാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസോ ക്ലീനിങ് പ്രോഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ടാഗ് തീർച്ചയായും ചെക്കൗട്ട് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.